UDF ആയിരിക്കും ഇനി അധികാരത്തിൽ വരാൻ പോകുന്നത് എന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ്. അതോടെ UDFിലെ മുതിർന്ന നേതാക്കൾ ഇപ്പോൾ മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി അടികൂടുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. അതോടെ നാണം കെട്ട UDF നേതാക്കൾ ഇപ്പോൾ ചർച്ചകളൊന്നും മുഖ്യമന്ത്രി കസേരയുമായി ബന്ധപ്പെട്ട് ചെയ്യുന്നില്ല എന്നാണ് പറയുന്നുണ്ടെങ്കിലും KPCC പ്രസിഡന്റ് തന്നെ തുറന്ന് സമ്മതിച്ചിരിക്കുന്നു. മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടിയുള്ള ചർച്ചകൾ നടക്കുന്നു. അത് UDFിന് വലിയ രീതിയിൽ ഒരു ക്ഷീണം വരുത്തുന്നു. അതുകൊണ്ട് ഇനി ആരെങ്കിലും മുഖ്യമന്ത്രി കസേരയുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടത്തിയാൽ അത് UDFിന്റെ എത്തിക്സിനെതിരെ പ്രവർത്തിക്കുന്നു എന്ന് കണക്കാക്കുമെന്നാണ് KPCC പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നത്. മെയ് 4 തെരഞ്ഞെടുപ്പ് വന്നതിന് ശേഷം മുഖ്യമന്ത്രി കസേരയ്ക്ക് പറ്റി, അതായത് UDF ആണ് ജയിക്കുന്നതെങ്കിൽ അതിനെപ്പറ്റിയുള്ള ചർച്ചകളൊക്കെ നടത്തുമെന്നാണ് KPCC പ്രസിഡന്റ് തന്നെ പറഞ്ഞിരിക്കുന്നത്. നിലവിൽ രമേശ് ചെന്നിത്തലയും VD സതീശനും KC വേണുഗോപാലും ഈ 3 പേരാണ് മുഖ്യമന്ത്രി കസേരയ്ക്കായി നോട്ടമിട്ടുകൊണ്ട് നിൽക്കുന്നത്. UDF ഭരണത്തിലെത്തിയാൽ KC വേണുഗോപാലിനെ മുഖ്യമന്ത്രിയാക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ അണിയറയിൽ നടക്കുന്നത്. വിക്കിപീഡിയയിൽ പോലും KC വേണുഗോപാലാണ് അടുത്ത കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്നാണ് എഴുതി പിടിപ്പിച്ചിട്ടുള്ളത്. AICC ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ ഹൈക്കമാൻഡിന്റെ പിന്തുണ വേണുഗോപാലിന് നല്ല പോലെയുണ്ട്. കോൺഗ്രസിനായി നിയമസഭയിലേക്ക് മത്സരിക്കുന്നവരിൽ 60% സ്ഥാനാർത്ഥികളും KC പക്ഷക്കാരാണ് എന്നാണ് KC ക്യാമ്പ് അവകാശപ്പെടുന്നത്. ജയിച്ചു വരുന്ന MLA-മാരുടെ പിന്തുണ നോക്കിയാകും ഹൈക്കമാൻഡ് മുഖ്യമന്ത്രിയെ തീരുമാനിക്കുക എന്നാണ് KCയെ അനുകൂലിക്കുന്നവർ വ്യക്തമായി പറയുന്നത്. സ്ഥാനാർത്ഥി പട്ടികയിൽ കൂടുതൽ പ്രാതിനിധ്യം ലഭിച്ചിരിക്കുന്നത് വേണുഗോപാലിന്റെ പക്ഷത്താണ്. അതുകൊണ്ട് സ്വാഭാവികമായും MLA-മാർക്കിടയിലും വേണുഗോപാലിനായിരിക്കും പിന്തുണ കൂടുതൽ. വേണുഗോപാൽ പിടിമുറുക്കുമെന്ന് ബോധ്യമായതോടെ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി മോഹം അങ്ങനെ ഉപേക്ഷിച്ചിരിക്കുകയാണ്. പക്ഷേ KCയെ പിന്തുണയ്ക്കാനാണ് ചെന്നിത്തലയുടെ തീരുമാനം. അങ്ങനെ പിന്തുണച്ചാൽ മാത്രമേ രമേശ് ചെന്നിത്തലയ്ക്ക് എന്തെങ്കിലും നേട്ടമുണ്ടാകുള്ളൂ. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് KC വേണുഗോപാലിനെ പിന്തുണച്ചാൽ തനിക്ക് ആഭ്യന്തരമന്ത്രി സ്ഥാനം വേണമെന്ന് രമേശ് ചെന്നിത്തല ആവശ്യപ്പെടും. അങ്ങനെയാണെങ്കിൽ VD സതീശന് മികച്ച വകുപ്പ് നൽകിയില്ലെങ്കിൽ VD സതീശൻ പിണങ്ങും. നേരത്തെ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ചെന്നിത്തല ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്തിട്ടുണ്ട്. അതേസമയം VD സതീശന് ധനവകുപ്പ് നൽകി അനുനയിപ്പിക്കാനാണ് ഒരു നീക്കം ഹൈക്കമാൻഡ് നടത്താൻ പോവുക. MLA-മാരുടെ കരുത്ത് കാട്ടി സതീശനെ ഒതുക്കാനാണ് ആലോചന. എന്നാൽ സതീശൻ ഇതിന് വഴങ്ങാനുള്ള സാധ്യതകൾ കുറവാണ്. 5 വർഷക്കാലം മുന്നണിയെ നയിച്ച താൻ അപമാനിക്കപ്പെട്ടാൽ സതീശൻ കടുത്ത തീരുമാനങ്ങൾ എടുക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. കാരണം ഉപതെരഞ്ഞെടുപ്പ് അടക്കം വന്നപ്പോൾ അവിടെയെല്ലാം UDF വ്യക്തമായ ഒരു ഭൂരിപക്ഷത്തോടെയാണ് ജയിച്ചത്. ഓരോ സ്ഥലത്തും, അതായത് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ഓരോ സ്ഥലത്തും സതീശൻ അവിടെ ക്യാമ്പ് ചെയ്തുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിന്റെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഏകോപിപ്പിച്ചത്. കാരണം സതീശന്റെ ഒരു മിടുക്ക് കൊണ്ട് മാത്രമാണ് എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളിലും അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് നടന്നപ്പോഴും LDFന്റെ കോട്ടകളടക്കം UDFന് പിടിച്ചെടുക്കാൻ സാധിച്ചിരുന്നു. അപ്പോൾ ഈ സതീശനെ തഴയുന്നത് സതീശന്റെ ടീമിന് വലിയ രീതിയിലൊരു വൈരാഗ്യത്തിന് കാരണമാകും. വേണമെങ്കിൽ വേറൊരു ഗ്രൂപ്പ് തന്നെ തുടങ്ങാനുള്ള സാധ്യതയും കൂടുതലാണ്. അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ സതീശൻ കോൺഗ്രസിൽ നിന്നും രാജിവെച്ച് വേറൊരു പാർട്ടി തുടങ്ങാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. നട്ടല് വളയ്ക്കാതെ നിലപാടുകൾ ഉയർത്തിപ്പിടിച്ചാണ് കഴിഞ്ഞ 5 വർഷക്കാലവും VD സതീശൻ കോൺഗ്രസിനെയും UDFിനെയും നയിച്ചത്. അതിനാൽ തന്നെ നമ്പർ ഗെയിം കളിച്ച് അർഹതപ്പെട്ട അവകാശം നിഷേധിക്കാൻ പാർട്ടിക്കുള്ളിൽ നിന്ന് ശ്രമമുണ്ടായാൽ അവിടെയും തലകുനിക്കേണ്ടതില്ല എന്നാണ് സതീശന്റെ തീരുമാനം. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് KC വേണുഗോപാൽ കെട്ടിയിറങ്ങിയാൽ മന്ത്രിസഭയിൽ നിന്നും മാറ്റി നിൽക്കുക, ആ ഒരു നിലപാടിലേക്ക് VD സതീശൻ പോവും എന്നതാണ് യാഥാർത്ഥ്യം. അതായത് ഞാൻ ഇനി മന്ത്രിയായിട്ടോ അല്ലെങ്കിൽ കോൺഗ്രസുമായിട്ട് ഇനി യാതൊരു പരിപാടിയിൽ ഞാൻ പങ്കെടുക്കില്ല എന്നൊരു നീക്കത്തിലേക്ക് VD സതീശൻ പോവും. ഇത്തരമൊരു പ്രഖ്യാപനം സതീശന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായാൽ അത് കോൺഗ്രസിന് വലിയ രീതിയിൽ ഒരു പ്രതിസന്ധി ഉണ്ടാക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല.